ഒറ്റ വീഡിയോയിൽ +1 കെമിസ്ട്രിയിലെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ പഠിക്കാം. ചോദ്യം ഇതാണ്: അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. മക്കളെ, നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എഴുതുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണ്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇങ്ങനെ പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ബോറോണേക്കാൾ അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും കാർബണ്, കാർബണേക്കാൾ കൂടുതലായിരിക്കും നൈട്രജന്, നൈട്രജനേക്കാൾ കൂടുതലായിരിക്കും ഓക്സിജന്. എന്നാൽ ഇവിടെ ഒരു എക്സെപ്ഷൻ പറയുകയാണ്. നൈട്രജന്റെയും ഓക്സിജന്റെയും കേസിൽ നൈട്രജന്റെ അയണൈസേഷൻ എൻതാൽപ്പി ഓക്സിജനേക്കാൾ കൂടുതലാണ്. അതിന്റെ റീസൺ എന്താണ്? അത് അറിയണമെങ്കിൽ നമുക്ക് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. നൈട്രജൻ അറ്റോമിക് നമ്പർ 7ഉം ഓക്സിജൻ അറ്റോമിക് നമ്പർ 8ഉമാണ്. സോ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3 ആണ്. ആൻഡ് ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4 ആണ്. മക്കളെ, ഞാൻ P നമുക്ക് വരച്ചു നോക്കാം. നൈട്രജന്റെ P വരയ്ക്കുകയാണെങ്കിൽ 1 2 3 2p3 ആണ് നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരുന്നത്. Pയിൽ 3 ഇലക്ട്രോൺ ആണ്. Pയിൽ മാക്സിമം കൊള്ളുന്നത് 6 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ P3 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആണ്, അതായത് അത് സ്റ്റേബിൾ ആണ്. എന്നാൽ നൈട്രജന്റെ വരച്ചു നോക്കിയാലോ, നൈട്രജന്റെ P നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 1 2 3 4 4 ഇലക്ട്രോൺ 2p4 ആണ് വരുന്നത്. അപ്പോൾ ഇതിന് സ്റ്റെബിലിറ്റി ഇല്ല. 2p3 പോലെയുള്ള എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഇതിനില്ല. അതുമാത്രമല്ല, ഒരേ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇലക്ട്രോൺ റിപ്പൾഷൻ അവിടെ കൂടുതലായിരിക്കും. ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലാണെങ്കിൽ എന്താ കാര്യം? ഒരു ഇലക്ട്രോണിനെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം, ചാടിച്ചുകൊണ്ട് പോകാം, പുറത്തേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലാണ്. എന്നാൽ വളരെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന 2p3 കോൺഫിഗറേഷൻ ഉള്ള നൈട്രജനിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുപോകുക ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എനർജി നൈട്രജന് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് അയണൈസേഷൻ എൻതാൽപ്പി, അയണൈസേഷൻ എനർജി അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നൈട്രജന്റെ അയണൈസേഷൻ എൻതാൽപ്പി ഓക്സിജനേക്കാൾ കൂടുതലാണെന്ന് പറയാനുള്ള റീസൺ.